ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രി ആരാണ്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പിണറായി വിജയനാണ്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന് നൽകിയ പേര് എന്താണ്? മംഗൾയാൻ എന്നതാണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന് നൽകിയ പേര്. ലോക മാതൃഭാഷാ ദിനം എന്ന്? ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. 2016 വയലാർ അവാർഡ് നേടിയത് ആര്? UK കുമാരനാണ് 2016 വയലാർ അവാർഡ് നേടിയത്. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2021 ബെന്യാമിൻ. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോൾ നിലവിലെ ആന്റണി ഡൊമിനിക് ആണ്. കേരളം മുഴുവൻ ജൈവ കൃഷി വ്യാപിപ്പിക്കാൻ കുടുംബശ്രീ മുഖേന സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊലിവ് എന്ന പദ്ധതി. കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശുഭയാത്ര 2015 ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. ശുഭയാത്ര എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം. ഏറ്റവും വലുത് രാജസ്ഥാൻ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്ന വിദേശ രാജ്യം ഏത്? ബ്രിട്ടൻ ആണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബ്രിട്ടൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏത് തരം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്? ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, മിക്സഡ് എക്കണോമി. തെലങ്കാന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദ് ആണ് തെലങ്കാന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി പ്രാവാണ്. ഔദ്യോഗിക മൃഗം വരയാട്. അതായത് സംസ്ഥാന മൃഗം ഏതാണ്? വരയാടാണ്. ഖേദയിലെ പ്രസിദ്ധമായ കർഷക സമരം നടന്ന വർഷം 1918. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. സതി എന്ന സാമൂഹ്യ ദുരാചാരത്തിന്റെ ചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ്?
നന്ദലാൽ ബോസ് ആണ് സതി എന്ന സാമൂഹ്യ ദുരാചാരത്തിന്റെ ചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവായി അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭഗത് സിംഗ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ്? ഭഗത് സിംഗ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്ന്? 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം എന്ന്? 2010 വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? VV ഗിരി ആയിരുന്നു. VV ഗിരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി മാസം 24 ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആര്? വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ് പാർലമെന്റിൽ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരം. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? പ്രതിഭ പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം എവിടെ? ആലപ്പുഴയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഏറ്റവും കുറവ് കൊല്ലം. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏതാണ്? ഉറുമി ജലവൈദ്യുത പദ്ധതി ചൈനയാണ്. ചൈന. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ചൈന. ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാട്. ഏറ്റവും കുറച്ച് ദേശീയപാതകൾ വയനാട് ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ജനസംഖ്യ കൂടുതൽ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല.
പയ്യോളി എക്സ്പ്രസ് എന്ന വിശേഷണമുള്ള കേരള കായിക താരം ആരാണ്? പയ്യോളി എക്സ്പ്രസ് PT ഉഷയാണ്. PT ഉഷ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്റർ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ്? 1936 നവംബർ മാസം 12-ാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തോന്നയ്ക്കൽ ആണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ല. അയ്യങ്കാളിയെ പുലേരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലേരാജ എന്ന് വിശേഷിപ്പിച്ചത്. അയ്യങ്കാളി തന്നെയാണ് കേരള സ്പാർട്ടക്കസ് എന്നും അറിയപ്പെടുന്നത്. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിലാണ്? പമ്പാ നദിക്കരയിലാണ് പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ചേരമർ മഹാജനസഭ രൂപീകരിച്ചത് ആര്? പാമ്പാടി ജോൺ ജോസഫ് ആണ് ചേരമർ മഹാജനസഭ രൂപീകരിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് വാഗൻ ട്രാജഡി നടന്നത്? വാഗൻ ട്രാജഡി മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടാണ് നടന്നത്. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം എന്ന്? 1949 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്. 1.25 കോടി മലയാളികൾ എന്ന പ്രശസ്തമായ കൃതി ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടിന്റേതാണ് 1.25 കോടി മലയാളികൾ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 1.25 കോടി മലയാളികൾ EMS. വ്യത്യസ്ത മൂലകങ്ങളുടെ തുല്യ എണ്ണം ന്യൂട്രോണുകൾ ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഐസോട്ടോണുകൾ. വ്യത്യസ്ത മൂലകങ്ങളായിരിക്കും, ഡിഫറെന്റ് എലമെന്റ്സ് ആയിരിക്കും, അതിന് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഐസോട്ടോണുകൾ. ന്യൂട്രോൺ, ഐസോട്ടോൺ അങ്ങനെ ഓർത്താൽ മതി. ടോൺ. ആവർത്തന പട്ടികയുടെ 4ാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്ര? 18 മൂലകങ്ങളാണ് ആവർത്തന പട്ടികയുടെ 4ാമത്തെ പീരീഡിൽ ഉള്ളത്. ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. ഘനജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി വാട്ടർ. ഹെവി വാട്ടറിലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? വെള്ളി ഉപയോഗിച്ചിട്ടാണ് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. മെർക്കുറിയുടെ അയിര് ഏത്? മെർക്കുറിയുടെ അയിര് സിന്നബാർ. സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം ഏതാണ്? അഡ്ഹഷൻ ഫോഴ്സ് ആണ് ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം. ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏത്? ചുവപ്പും നീലയും ചേർന്നാൽ ഉണ്ടാകുന്നത് മജന്തയാണ്. മജന്ത. ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? ഡെസിബൽ എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ളത്. മനുഷ്യ അസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 അസ്ഥികളാണ് മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ ഉള്ളത്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ആണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരമാണ് ഏത്? പെരികാർഡിയം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏത്? ജീവകം E ആണ്. ജീവകം E. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് എയ്ഡ്സ്. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഏത്? എയ്ഡ്സ്. ഏത് വിളയുടെ ശാസ്ത്രീയ നാമമാണ് പൈപ്പർ നൈഗ്രാം? പൈപ്പർ നൈഗ്രം എന്നത് കുരുമുളകിന്റെ ശാസ്ത്രീയ നാമമാണ്. കേരള സർക്കാർ നടപ്പിലാക്കിയ സുഹൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? സുഹൃതം പദ്ധതി ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ മാസം 14 തീയതിയാണ് ലോക പ്രമേഹ ദിനം. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ചത് എന്ന്? 2016 അന്താരാഷ്ട്ര പയറു വർഷമായിട്ട് ആചരിച്ചത്. കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പേപ്പാറ. തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത്? സ്വത്തിനുള്ള അവകാശമാണ് മൗലിക അവകാശം അല്ലാത്തത്. അത് ലീഗൽ റൈറ്റ് ആണ്, നിയമാവകാശമാണ്. ഇപ്പോൾ താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി ഏതാണ്? എക്സൈസ് ഡ്യൂട്ടി ആണ്. എക്സൈസ് ഡ്യൂട്ടി. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആര്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ. പീറ്റർ ബെനൻസൺ. പൈറോമീറ്ററിന്റെ ഉപയോഗം എന്ത്? പൈറോമീറ്ററിന്റെ ഉപയോഗം ഉയർന്ന താപനില അളക്കുന്നതിനാണ്. ഉയർന്ന താപനില അളക്കുന്നതിനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. 2011 ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര്? അത് ഹൊസ്നി മുബാറക് ആണ്. ഹൊസ്നി മുബാറക്. ആഫ്രിക്കൻ രാജ്യമായി ലിബിയയുടെ നാണയം ദിനാർ ആണ്. ദിനാർ. അടുത്ത ചോദ്യം, അരവിന്ദ് ഘോഷ് രചിച്ച പുസ്തകം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ലൈഫ് ഡിവൈൻ എന്ന പുസ്തകമാണ് അരവിന്ദ് ഘോഷ് രചിച്ചത്. ലൈഫ് ഡിവൈൻ. ജീവകം കെയുടെ രാസനാമം എന്താണ്? ഫില്ലോക്യുനോൺ എന്നതാണ് ജീവകം കെയുടെ രാസനാമം. മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. ഒരു വ്യക്തി പ്രകൃത്യ അവന്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ ചിന്തകൻ ആരാണ്? അരിസ്റ്റോട്ടിലാണ് ഇപ്രകാരം പറഞ്ഞത്. ഒരു വ്യക്തി പ്രകൃത്യ അവന്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ്. അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു? അക്ബർ നടപ്പിലാക്കിയത് സാപ്തി എന്ന സമ്പ്രദായമാണ്. സാപ്തി. പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത്? 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം എന്ന്? 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. താഴെ പറയുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏതാണ്? പ്രിയങ്കയാണ് അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം. ലോക പ്രമേഹ ദിനം എന്ന്? പ്രമേഹ ദിനം നവംബർ മാസം 14 തീയതിയാണ്. സിൽവർ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവർ റെവല്യൂഷൻ ഏതാണ്? മുട്ട ഉൽപാദനമാണ്. സിൽവർ റെവല്യൂഷൻ മുട്ട. BMW കാർ നിർമ്മിക്കുന്ന രാജ്യം ഏത്? BMW കാർ നിർമ്മിക്കുന്ന രാജ്യം ജർമ്മനിയാണ്. ഹരിതവേട്ട എന്ന സൈനിക നടപടി ആർക്ക് എതിരെയായിട്ടാണ്? ഹരിതവേട്ട മാവോയിസ്റ്റുകൾക്കെതിരെയാണ്. മാവോയിസ്റ്റുകൾക്കെതിരെ. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേര് എന്ത്? സംരൂപ എന്നതാണ് ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേര്. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? BC 321. BC 321. താഴെ പറയുന്നതിൽ ഹാരപ്പ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്? ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത് രവി നദിയുടെ തീരത്താണ്. രവി നദിയുടെ തീരത്ത്. ഓക്കെ, അപ്പൊ 100 ചോദ്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിന്റെ രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.